ഹായ് എവരിബഡി, വെൽക്കം ടു നിഷ എജു ഹബ്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ദാറ്റ് ഈസ് റൗലറ്റ് ആക്ട്. ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇപ്പൊ UPSC സിവിൽ സർവീസ് എക്സാമിനാണെങ്കിലും UGC നെറ്റ് എക്സാമിനും അതുപോലെ PSC ക്വസ്റ്റ്യൻസിനും ഒക്കെ വരുന്ന ഒരു ടോപ്പിക്കാണ് റൗലറ്റ് ആക്ട് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് UPSC പ്രിലിംസിന് ചോദിച്ചിട്ടുള്ള ഒരു PYQ ആണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നതിനോടൊപ്പം റൗലറ്റ് ആക്ടുമായിട്ട് ബന്ധപ്പെട്ട ഫാക്ട്സുകളും നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. അപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ്: ദ റൗലറ്റ് ആക്ട് എയിംഡ് അറ്റ് 4 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. അപ്പൊ എന്താണ് റൗലറ്റ് ആക്ടിന്റെ പ്രധാന പ്രത്യേകത, എന്തായിരുന്നു ലക്ഷ്യം വെച്ചിരുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ, കമ്പൽസറി എക്കണോമിക് സപ്പോർട്ട് ടു വാർ എഫോർട്സ്. ഓപ്ഷൻ ബി, imprisonment without trial and summary procedures for trial. C, suppression of the Khilafat movement. And option D, imposition of restrictions on freedom of the press. സോ ആദ്യം തന്നെ ഈ ക്വസ്റ്റ്യൻ നമ്മൾ പറയുന്നതിന് മുമ്പേ എന്താണ് റൗലറ്റ് ആക്ട് എന്നുള്ളത് അറിയണമല്ലോ. കാരണം ആദ്യമായിട്ട് ബിഗിൻ ചെയ്ത് പഠിക്കുന്ന ഒരു വ്യക്തികൾക്കും എക്സ്പീരിയൻസ്ഡ് ആയവർക്കും ഒക്കെ ഉപകാരപ്രദമാണ്. ഒന്ന് റിവിഷൻ പോലെയും അതിന്റെ ഫാക്ട്സും കാര്യങ്ങളും ഒക്കെ ഒന്ന് നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. അതായത് റൗലറ്റ് ആക്ട് എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യക്കാർക്കെതിരായിട്ട് പാസാക്കിയ ഒരു നിയമമാണ്. മാർച്ച് 18, 1919 ബ്രിട്ടീഷ് ഇമ്പീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ പാസാക്കിയ ഒരു കരി നിയമമാണ്. അതായത് ഒരു ബ്ലാക്ക് ആക്ട് ആണ്. ഓക്കെ, കരി നിയമം എന്നാണ് ഇതിന്റെ, ഗാന്ധിജി ബ്ലാക്ക് ആക്ട് എന്നാണ് ഈ ഒരു നിയമത്തെ അഭിസംബോധന ചെയ്തത്. ഓക്കെ, ബ്ലാക്ക് ആക്ട് അല്ലെങ്കിൽ കരി നിയമം മാർച്ച് 18, 1919 ബ്രിട്ടീഷ് ഇമ്പീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിലാണ് ഈ നിയമം പാസ്സാക്കുന്നത്. സർ സിഡ്നി റൗലറ്റ് എന്ന് പറയുന്ന ഒരു ജഡ്ജിയാണ്, ഒരു ജഡ്ജിയാണ് ഈ ഒരു കമ്മിറ്റി, റൗലറ്റ് ആക്ടിന്റെ ഉള്ളൊരു കമ്മിറ്റിയിലെ ഒരു തലവൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഒരു അധ്യക്ഷൻ, ആ സമിതിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് സർ സിഡ്നി റൗലറ്റ് ആണ്. സോ ഇദ്ദേഹത്തിന്റെ പേരിന് വെച്ച് റിലേറ്റഡ് ആവുമ്പോഴേ നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പൊ ആ അധ്യക്ഷന്റെ പേരിൽ വരുന്ന ഒരു വിളിപ്പേരാണ് റൗലറ്റ് എന്നുള്ള, ഇതിൽ നിന്ന് തന്നെയാണ് വിളിപ്പേരായിട്ട് റൗലറ്റ് ആക്ട്, റൗലറ്റ് നിയമം എന്നുള്ള പേര് വരുന്നത്. എങ്കിലും ഈ ഒരു നിയമത്തിന് ഔദ്യോഗികമായിട്ടുള്ള ഒരു പേരുണ്ട്. അതായത് ഒഫീഷ്യലായിട്ട് ഈ ഒരു നിയമത്തിന്റെ പേരാണ് അനാർക്കിക്കൽ ആൻഡ് റെവല്യൂഷണറി ക്രൈംസ് ആക്ട് 1919 എന്ന് പറയുന്നത്. ഓക്കെ, അനാർക്കിക്കൽ ആൻഡ് റെവല്യൂഷണറി ക്രൈംസ് ആക്ട് 1919. അതായത് അരാജകത്വവും വിപ്ലവകരവുമായ കുറ്റകൃത്യങ്ങൾ നിയമം എന്നാണ് ഔദ്യോഗികമായിട്ടുള്ളൊരു പേര്. എന്താണ്? അരാജകത്വവും വിപ്ലവകരവുമായ കുറ്റകൃത്യങ്ങൾ നിയമം, അനാർക്കിക്കൽ ആൻഡ് റെവല്യൂഷണറി ക്രൈംസ് ആക്ട് 1919. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, വേറൊരു എക്സാമിന് ചോദിക്കാം, അനാർക്കിക്കൽ ആൻഡ് റെവല്യൂഷണറി ക്രൈംസ് ആക്ട് 1919 എന്ന് പറയുന്നത് ഏത് നിയമത്തെയാണ്, അല്ലെങ്കിൽ ഏത് നിയമത്തിന്റെ ഔദ്യോഗികമായിട്ടുള്ള പേരാണ്? റൗലറ്റ് ആക്ടിന്റെ ആണ്. ഓക്കെ, അനാർക്കിക്കൽ ആൻഡ് റെവല്യൂഷണറി ക്രൈംസ് ആക്ട് 1919 അല്ലെങ്കിൽ അരാജകത്വവും വിപ്ലവകരവുമായ കുറ്റകൃത്യങ്ങൾ നിയമം 1919 റൗലറ്റ് ആക്ട് ആണ്. ഇനി എന്താണ് റൗലറ്റ് ആക്ടിൽ പറയുന്നത്? ഇറ്റ് empowered authorities to arrest Indians without a warrant and detain them without trial for up to 2 years. അതായത് ഈ ആക്ട് ബ്രിട്ടീഷ് അധികാരികൾക്ക് അധികാരം നൽകുകയാണ്. എന്തിന്? ഇന്ത്യക്കാരെ അറസ്റ്റ് ചെയ്യണം വിത്തൗട്ട് എ വാറന്റ്, ഒരു വാറന്റോ ഒന്നും തന്നെ ഇല്ലാതെ ഇന്ത്യക്കാരെ അറസ്റ്റ് ചെയ്ത് യാതൊരുവിധ വിചാരണയും കൂടാതെ 2 വർഷം വരെയും തടങ്കലിൽ പാർപ്പിക്കാനുള്ള അധികാരം ബ്രിട്ടീഷ് ഗവൺമെന്റിന് കൊടുക്കുന്ന ഒരു നിയമമാണ് ഈ പറയുന്ന റൗലറ്റ് ആക്ട് എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു അനധികൃത നിയമമായതുകൊണ്ട് തന്നെ ഈ റൗലറ്റ് ആക്ടിനെ കരി നിയമം അല്ലെങ്കിൽ ബ്ലാക്ക് ആക്ട് എന്നാണ് വിശേഷിപ്പിച്ചത്. ഗാന്ധിജിയാണ് ഇത്തരത്തിൽ ബ്ലാക്ക് ആക്ട് എന്ന് വിശേഷിപ്പിച്ചത്. അതായത് രാജ്യദ്രോഹപരമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുവെന്ന് സംശയിക്കുന്ന ഏതൊരു ഇന്ത്യക്കാരനെയും യാതൊരുവിധ വിചാരണയും കൂടാതെ അറസ്റ്റ് ചെയ്യാനും 2 വർഷം വരെ ജയിലിൽ അടയ്ക്കാനും ഈ നിയമം അധികാരം നൽകി. യാതൊരുവിധ അപ്പീലിന് പോകാനോ വക്കീലിനെ വെച്ച് കോടതിയിൽ വാദിക്കാനോ ഒന്നും തന്നെ പറ്റത്തില്ല. ഇങ്ങനെ ഒരു രാജ്യദ്രോഹപരമായിട്ടുള്ള ഒരു കുറ്റം ചെയ്യുകയാണ്, ഒരു ഇന്ത്യക്കാരൻ ചെയ്യുന്നു എന്ന് സംശയം തോന്നിയാൽ പോലും എന്താണ്, ഈ പറയുന്ന ബ്രിട്ടീഷ് അധികാരികൾ വന്നിട്ട് ഇന്ത്യക്കാരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ്. എന്നിട്ട് 2 വർഷം വരെയും ജയിലിൽ കൊണ്ടിടുകയാണ്. യാതൊരു വിചാരണയില്ല, വിചാരണ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു വക്കീലിനെ വെച്ച് വാദിക്കാനോ ഒന്നും തന്നെ പറ്റത്തില്ല. അതായത് വിചാരണ കൂടാതെ തടങ്കലിൽ പാർപ്പിക്കുക, 2 വർഷം വരെയും തടങ്കലിൽ വെച്ചിരിക്കാനുള്ള ഒരു അധികാരം ഈ ബ്രിട്ടീഷ് അധികാരികൾക്ക് കൊടുത്തിരിക്കുന്ന ഒരു നിയമം, ഇന്ത്യക്കാർക്കെതിരെ ഉള്ള ഒരു നിയമമാണ് ഈ പറയുന്ന
റൗലറ്റ് ആക്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതൊരു അനധികൃത നിയമമാണ്. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ആക്ട് എന്നാണ് ഗാന്ധിജി ഈ കരി നിയമം എന്നൊക്കെ ഈ ഒരു റൗലറ്റ് ആക്ടിനെ വിശേഷിപ്പിച്ചത്. ഓക്കെ, ഇനി അപ്പൊ നമ്മളുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ദ റൗലറ്റ് ആക്ട് എയിംഡ് അറ്റ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒരു ധാരണ വന്നപ്പം ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ മനസ്സിലാവുമല്ലോ റൗലറ്റ് ആക്ടിന്റെ എയിം അല്ലെങ്കിൽ എന്താണ് ലക്ഷ്യം വെച്ചിരുന്നത്. ഏതാണ് ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ ബി അല്ലേ? കാരണം ഇംപ്രിസൺമെന്റ് വിത്തൗട്ട് ട്രയൽ ആൻഡ് സമ്മറി പ്രൊസീജിയേഴ്സ് ഫോർ ട്രയൽ അല്ലേ? യാതൊരു വിചാരണയും കൂടാതെ തടങ്കൽ അല്ലെങ്കിൽ മറ്റ് വിചാരണയ്ക്ക് വേണ്ടിയിട്ടുള്ള മറ്റ് പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ വക്കീലിനെ വെക്കുക അല്ലെങ്കിൽ വാദം കേൾക്കുക, കോടതിയിൽ കേസ് വാദിക്കുക, ഇത്തരത്തിലുള്ള ഒന്നും തന്നെ ഇല്ല. ഇംപ്രിസൺമെന്റ് വിത്തൗട്ട് ട്രയൽ ആൻഡ് സമ്മറി പ്രൊസീജിയേഴ്സ് ഫോർ ട്രയൽ ആണ് റൗലറ്റ് ആക്ട് ലക്ഷ്യം വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സർ സിഡ്നി റൗലറ്റ് എന്ന ബ്രിട്ടീഷ് ജഡ്ജിയുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം തയ്യാറാക്കിയതാണ് ഈ പറയുന്ന റൗലറ്റ് ആക്ട്. അത് പ്രത്യേകം നോട്ട് ചെയ്യുക. സർ സിഡ്നി റൗലറ്റ് എന്ന ബ്രിട്ടീഷ് ജഡ്ജിയുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം തയ്യാറാക്കിയതാണ് റൗലറ്റ് ആക്ട്. സോ അദ്ദേഹത്തിന്റെ പേരിന്റെ ലാസ്റ്റ് വരുന്ന റൗലറ്റ് എന്നുള്ള ഇതിൽ നിന്നാണ് ഈ റൗലറ്റ് ആക്ട് എന്നുള്ള വിളിപ്പേര്. ഔദ്യോഗികമായിട്ടുള്ള പേരെന്ന് പറയുന്നത് അനാർക്കിക്കൽ ആൻഡ് റെവല്യൂഷണറി ക്രൈംസ് ആക്ട് 1919, അതായത് അരാജകത്വവും വിപ്ലവകരവുമായ കുറ്റകൃത്യങ്ങൾ നിയമം 1919. അതും ഓർത്തുവെക്കുക. പിന്നീട് വരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അപ്പൊ ഈ റൗലറ്റ് ആക്ടിനെതിരായിട്ടുള്ള ഒരു സമരം നടന്നിട്ടുണ്ടായിരുന്നു. അതായത് ഏപ്രിൽ 6, ജസ്റ്റ് നിങ്ങളൊന്ന് കേട്ടിരിക്കുക, ഇതൊക്കെ അറിയാവുന്നവരുണ്ടായിരിക്കും അല്ലെ. ഏപ്രിൽ 6, 1919 മഹാത്മാഗാന്ധി ഒരു ദേശീയപരമായ ഒരു സ്ട്രൈക്ക്, ഒരു ഹർത്താല് വിളിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാ? ഈ ഒരു റൗലറ്റ് നിയമത്തിന് എതിരായിട്ടുള്ള എഗെയിൻസ്റ്റ് ആയിട്ടുള്ള സത്യാഗ്രഹമാണ്. ഓക്കെ, ഏപ്രിൽ 6. അപ്പം റൗലറ്റ് ആക്ടിന് എതിരായിട്ടുള്ള സത്യാഗ്രഹം ഗാന്ധിജി ലീഡ് ചെയ്തിട്ടുള്ള സത്യാഗ്രഹമാണ് ഏപ്രിൽ 6, 1919. പിന്നീട് ഈ ഇതിനെതിരായിട്ടുള്ള പ്രൊട്ടസ്റ്റ് ആണ്, പ്രതിഷേധം. അതായത് അമൃത്സറിൽ നടന്നിട്ടുള്ള പ്രൊട്ടസ്റ്റ്, ഈ റൗലറ്റ് ആക്ടിന് എതിരായിട്ട് അമൃത്സറിൽ ആളുകളെല്ലാം തടിച്ചുകൂടി പ്രൊട്ടസ്റ്റ് ചെയ്ത ഒരു പീസ്ഫുൾ ഗ്യാതറിംഗ് ആയിരുന്നു. അതാണ് അവിടേക്ക് വന്നിട്ട് എന്താണ് ജനറൽ ഡയർ എന്ത് ചെയ്തു? ഈ സമാധാനപരമായിട്ട് പ്രൊട്ടസ്റ്റ് നടത്തുന്നവർക്കെതിരെ വെടിയുതിർക്കാൻ പറയുകയും അങ്ങനെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിലേക്ക് കലാശിച്ചതും ഈ ഒരു റൗലറ്റ് പ്രൊട്ടസ്റ്റിന്റെ കോൺസിക്വൻസ് ആണ്. ഓക്കെ, ഓർത്തു വെക്കുക. 2 ഡേറ്റുകൾ ഇപ്പൊ ഞാൻ എക്സ്ട്രാ അല്ലാതെ പറഞ്ഞിരുന്നു. ഈ ക്വസ്റ്റ്യനകത്ത് ചോദിച്ചിട്ടില്ല, പക്ഷെ എന്നാലും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാം. റൗലറ്റ് ആക്ടിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഗാന്ധിജി ഒരു സത്യാഗ്രഹം, നേഷൻ വൈഡ് ഹർത്താൽ വിളിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു സ്ട്രൈക്ക്. ഏപ്രിൽ 6, 1919 ഈ പറയുന്ന റൗലറ്റ് ആക്ടിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള സത്യാഗ്രഹം നടക്കുന്നത്. അതുപോലെ ഇതിനെ പ്രൊട്ടസ്റ്റ് ചെയ്തുകൊണ്ട് റൗലറ്റ് പ്രൊട്ടസ്റ്റ് ചെയ്തതിന്റെ കോൺസിക്വൻസ് ആണ് ഏപ്രിൽ 13, 1919 അമൃത്സറിൽ വെച്ച് നടന്നിട്ടുള്ള ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. അവിടെ ഈ പീസ്ഫുൾ ആയിട്ട് ഗ്യാദർ ചെയ്തുകൊണ്ടിരുന്ന ആളുകളുടെ ഇടയിലേക്ക് ജനറൽ ഡയർ എന്ന് പറയുന്ന വ്യക്തി വെടി ഉതിർക്കാനായിട്ട് ഓർഡർ ചെയ്യുകയും സോ അങ്ങനെ വെടികൊണ്ട് പല ആളുകൾ അവിടെ മരിച്ചു വീഴുകയും ചെയ്യുകയായിരുന്നു. അതാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല, ജാലിയൻ വാലാബാഗ് മാസക്കർ എന്നൊക്കെ പറയുന്നത്. ഒന്ന് നിങ്ങൾ കേട്ട് വെച്ചിരിക്കുക. ഈ ക്വസ്റ്റ്യനകത്ത് സോൾവ് ചെയ്യാനായിട്ട് ഇത്രയും കാര്യങ്ങൾ മതിയായിരുന്നു. റൗലറ്റ് ആക്ടിന്റെ പ്രധാന പ്രത്യേകത എന്താണ് ലക്ഷ്യം വെച്ചിരുന്നത്? ഓപ്ഷൻ ബി ആണ്, ദാറ്റ് ഈസ് ഇംപ്രിസൺമെന്റ് വിത്തൗട്ട് ട്രയൽ ആൻഡ് സമ്മറി പ്രൊസീജിയേഴ്സ് ഫോർ ട്രയൽ. അപ്പം ഇതാണ് അതിന്റെ ആൻസർ വരുന്നത്. ബ്ലാക്ക് ആക്ട്, ആ പേര് ഓർത്തു വെക്കുക, കരി നിയമം. അതുപോലെ ഔദ്യോഗികമായിട്ടുള്ള പേര് അനാർക്കിക്കൽ ആൻഡ് റെവല്യൂഷണറി ക്രൈംസ് ആക്ട് 1919. പിന്നെ ആ അധ്യക്ഷ സമിതിയുടെ ശുപാർശ പ്രകാരം കമ്മിറ്റിയുടെ തലവനായിരുന്നു സർ സിഡ്നി റൗലറ്റ്. മാർച്ച് 18, 1919 ബ്രിട്ടീഷ് ഇമ്പീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിലാണ് നിയമം പാസ്സാക്കുന്നത്. ഇത്രയും ഓർത്തു വെക്കുക. ഓക്കെ, താങ്ക് യു.